നമ്മൾ നോക്കിയാൽ എന്തൊക്കെയാ? സ്റ്റേഷനറി ഫിക്സഡ് പ്ലേറ്റ്സ് ആണ്. ഫിക്സഡ് പ്ലേറ്റ്സിൽ ആദ്യം ഫ്ലാറ്റ് പ്ലേറ്റ് വിച്ച് ഇസ് ഫിക്സ്ഡ് പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോ ഓഫ് ദ ജെറ്റ്. രണ്ടാമത് ഫിക്സഡ് പ്ലേറ്റ്, അത് ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചു. ഇറ്റ് ഈസ് നോട്ട് പെർപെൻഡിക്കുലർ, ഇൻക്ലൈൻഡ് ടു ദ ജെറ്റ് ഓഫ് ദ വാട്ടർ. ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലേറ്റ്. മൂന്നാമത്തെ കേസിൽ കേർവ്ഡ് പ്ലേറ്റ് ആയിരുന്നു. കേർവ്ഡ് പ്ലേറ്റിൽ തന്നെ നമ്മൾ രണ്ട് സബ്സെക്ഷൻസ് നോക്കി. ഒന്ന് ജെറ്റ് ഈസ് സ്ട്രൈക്കിംഗ് എ സിമെട്രിക്കൽ പ്ലേറ്റ്, കേർവ്ഡ് പ്ലേറ്റ്. രണ്ടാമത് ജെറ്റ് സ്ട്രൈക്കിംഗ് അൺസിമെട്രിക്കൽ or non-symmetrical plate. ഓർമ്മയുണ്ടല്ലോ? Yes, sir. Okay, fine. And during our last class, we moved on to same force exerted by the jets, but now on moving plates. ഈ മൂവിംഗ് പ്ലേറ്റ്സിന്റെ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കിയാണ്. മൂവിംഗ് പ്ലേറ്റിന്റെ കേസിൽ ഏതാണ് ആദ്യം നമ്മൾ നോക്കിയത്? ഒരു വെർട്ടിക്കൽ പ്ലേറ്റിന്റെ കേസ്. വെർട്ടിക്കൽ പ്ലേറ്റ്. ഈ വെർട്ടിക്കൽ പ്ലേറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നത്? അതായത് പ്രീവിയസ് കേസിൽ ജെറ്റിന്റെ ഫോഴ്സ് കൊണ്ട് പ്ലേറ്റ് മൂവ് ചെയ്യുന്നില്ല, പ്ലേറ്റ് ഈസ് സ്റ്റിൽ റിമൈനിങ് സ്റ്റേഷനാണ്. രണ്ടാമത് ഇപ്പൊ നോക്കുന്നത് എന്താ? ജെറ്റിന്റെ ഫോഴ്സ് കൊണ്ട് പ്ലേറ്റും കൂടി ഒരുമിച്ച് മൂവ് ചെയ്യുന്നു. സോ ആദ്യത്തെ കേസിൽ വെർട്ടിക്കൽ പ്ലേറ്റ് ആയിരുന്നു, ആൻഡ് ദ വെർട്ടിക്കൽ പ്ലേറ്റ് വാസ് മൂവിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ജെറ്റ്. ഇത് വി ഹാവ് കംപ്ലീറ്റഡ്. അതിൽ തന്നെ മാസ് ഫ്ലോ റേറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം, റോ എ വി ആണ്. ഈ കേസിൽ വി ഹാവ് ടു വെലോസിറ്റീസ്. വെലോസിറ്റി ഓഫ് ജെറ്റും ഉണ്ട്, വെലോസിറ്റി ഓഫ് ദ പ്ലേറ്റും ഉണ്ട്. സോ റിലേറ്റീവ് വെലോസിറ്റി ആണ് ഇത്. അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് ജെറ്റും അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് പ്ലേറ്റും ആണ്. സോ നമ്മളുടെ കൺസേൺ വരുന്നത്, അതായത് ജെറ്റ് ആസ് സൂൺ ആസ് ഇറ്റ് സ്ട്രൈക്സ് ദ പ്ലേറ്റ് സ്റ്റാർട്ട്സ് മൂവിംഗ്. സോ റിലേറ്റീവ് വെലോസിറ്റി ആണ് നമ്മൾ ആ സമയത്ത് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ റിലേറ്റീവ് വെലോസിറ്റി വാസ് നത്തിങ് ബട്ട് v minus u. സോ മാസ് ഫ്ലോ റേറ്റ് ഒക്കെ വന്നത് റോ ഇൻടു a ഇൻടു v minus u ആയിട്ടാണ് വന്നത്. And our topic was force exerted by the jet. ഈ കണ്ടീഷനിൽ ഫോഴ്സ് എക്സർട്ടഡ് ആയിരിക്കുന്നത്. സോ ഫോഴ്സ് എക്സർട്ടഡ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? മാസ് ഓഫ് ദ വാട്ടർ സ്ട്രൈക്കിംഗ് the moving plate per second, അതാണ് rho a v minus u, multiplied by initial velocity with which the water is striking the plate. ആ initial velocity എന്ന് പറഞ്ഞാൽ v minus u ആണ്, v അല്ല. Because at the very moment when the water touches the plate also moves. So അവിടെ relative velocity ആണ്. So അത് v minus u ആയിരുന്നു. മൈനസ് ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എന്താണ്? ജെറ്റ് ഇതിനെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ ജെറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. സോ ദാറ്റ് വാസ് 0. സോ റോ എ വി മൈനസ് യു മൾട്ടിപ്ലൈഡ് ബൈ വി മൈനസ് യു ആണ്. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടിയത് റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ ആണ് കിട്ടിയത്. ദിസ് വാസ് ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ജെറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. സോ ഇതിനെ നമുക്ക് ഒന്നെങ്കിൽ സിംപ്ലി എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം, എൽസ് എഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. നമ്മൾ യൂഷ്വലി ജെറ്റിന്റെ ഡയറക്ഷൻ പറഞ്ഞാൽ എക്സ് ആക്സിസിലൂടെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ് us denote it as fx. fx മാത്രമല്ല, ഒരു ടേം കൂടി നമ്മൾ ഇതിലൂടെ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് വാസ് വർക്ക് ഡൺ ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് പെർ സെക്കൻഡ്. വർക്ക് ഡൺ പെർ സെക്കൻഡ്. ഇത് ജെറ്റ് പ്ലേറ്റിന്റെ മേലുള്ള ഉണ്ടാക്കുന്ന വർക്ക് ഡൺ ആണ്. അതെന്തായിരുന്നു? ദിസ് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ഓർ ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ബൈ ടൈം പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം പറഞ്ഞ വെലോസിറ്റി ആയിരുന്നു യു, പ്ലേറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി. സോ fx മൾട്ടിപ്ലൈഡ് ബൈ യു ആണ്. യു എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് ബൈ ടൈം എന്ന് എടുക്കാം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ്. ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി, എക്സ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്, ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞ വെലോസിറ്റിയാണ് യു. fx ഇൻടു യു അല്ലെ? സോ fx ഇൻടു യു, അതായത് വർക്കിന്റെ യൂണിറ്റ് എപ്പോഴും വരുന്നത് എന്തെങ്കിലും വാട്ട്സ് w അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് വർക്കിന്റെ യൂണിറ്റ്. സോ ഇനി അങ്ങോട്ടുള്ള ഈ മൂവിംഗ് പ്ലേറ്റിന്റെ ടോപ്പിക്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ടേംസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫോഴ്സ് എക്സർട്ടഡ് ബൈ ജെറ്റും, രണ്ടാമത് വർക്ക് ഡൺ ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് പെർ സെക്കൻഡ് ആണ്. സോ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ മൂവിംഗ് പ്ലേറ്റ്സിൽ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ force exerted by the jet on an inclined plate moving in the direction of jet. Second case is on inclined plate
moving in the direction of jet. Inclined plate moving in the direction of jet. ഇതായിരുന്നു സെക്കൻഡ് കേസ്. ഇതിൽ ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം റിപ്പീറ്റ് ചെയ്തിട്ട് ഇക്വേഷൻസ് പറയാൻ കാരണം ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ദ ഡിഫറൻസ് ദാറ്റ് അക്കേഴ്സ് ഈസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് ഡിഫറൻസ് വെൻ വി ഹാഡ് സ്റ്റഡീഡ് ദ സെയിം ടോപ്പിക് റിലേറ്റഡ് ടു ഫിക്സഡ് പ്ലേറ്റ്സ്. ഫിക്സഡ് പ്ലേറ്റിൽ ആദ്യം ഒരു വെർട്ടിക്കൽ പ്ലേറ്റ് ആണ്, പിന്നെ ഒരു ഇൻക്ലൈൻഡ് പ്ലേറ്റ് ആണ്. ഇൻക്ലൈൻഡ് പ്ലേറ്റ് വരുമ്പോൾ നമ്മൾ ഫോഴ്സ് എക്സർട്ടറിൽ ഒരു നോർമൽ ഫോഴ്സ് ആണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ jet of water strike ചെയ്യുന്നത്. ഇതിങ്ങനെ ഇത് നമ്മൾ ആദ്യത്തെ കേസിൽ പഠിച്ചാണ്. jet of water is having an initial velocity of, അതായത് before striking അതിന്റെ velocity u ആണ്. ബട്ട് ഈ കേസ് എന്താ മൂവിംഗ് പ്ലേറ്റിന്റെ കേസാണ്. സോ മൂവിംഗ് പ്ലേറ്റിന്റെ കേസിൽ ആസ് സൂൺ ആസ് ദ വെലോസിറ്റി jet strikes the plate starts moving. പ്ലേറ്റ് മൂവ് ചെയ്തു. പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ എന്താ വെലോസിറ്റി, അതായത് ജെറ്റിന്റെ സ്ട്രിംഗ് കുറച്ചുകൂടി ഇങ്ങോട്ട് വരും, പ്ലേറ്റിയുടെ വരും. പ്ലേറ്റിന് ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ജെറ്റ് പോകുന്ന ഡയറക്ഷൻ ഒക്കെ ഇതന്നെയാണ്. സോ ഈ കണ്ടീഷനിൽ നമ്മൾ തൊട്ട് മുന്നേ മൂവിംഗ് പ്ലേറ്റിന്റെ കേസിൽ വെർട്ടിക്കൽ പ്ലേറ്റ് നോക്കുന്ന പോലെ തന്നെ ഈ പ്ലേറ്റിന്റെ വെലോസിറ്റി എന്തായിരിക്കും? യു ആയിരിക്കും. So basically, the velocity with which the jet is striking the plate എന്തായി മാറും? V minus U ആയി മാറും. വെറും V അല്ല, V minus U. V minus U എന്ന് പറഞ്ഞാൽ എന്താ? The velocity with which the jet strikes the plate. കാരണം jet strike ചെയ്താൽ at that very moment the plate also gets displaced. So we are taking the relative velocity. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ relative velocity ആണ്. അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് വെലോസിറ്റി ഓഫ് ജെറ്റ് സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് എന്നും തന്നെ എഴുതാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഫസ്റ്റ് ഫിക്സഡ് പ്ലേസിന്റെ കേസിലും ഇൻക്ലൈൻഡ് പ്ലേറ്റ് എടുക്കുമ്പോൾ നമ്മൾ രണ്ട് അസംഷൻ എടുത്തത്. ആ അസംഷൻ തന്നെ നമ്മൾ ഇവിടെയും തുടരുന്നു. അതായത് വി ആർ അസ്യൂമിങ് ദ പ്ലേറ്റ് ടു ബി വെരി സ്മൂത്ത്. സ്മൂത്ത് പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആഫ്റ്റർ ദ ഇമ്പാക്ട് ഓർ ഡ്യൂ ടു ദ ഇമ്പാക്ട് എനർജി ലോസസ് ഇല്ല. എനർജി ലോസസ് നെഗ്ലിജിബിൾ ആണ്, ഓർ വി ആർ ഇക്വേറ്റിംഗ് എനർജി ലോസസ് ടു സീറോ. സിൻസ് എനർജി ലോസ് സീറോ ആയതുകൊണ്ട് തന്നെ ഈ V മൈനസ് യു എന്താണ്? സ്ട്രൈക്ക് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റിയാണ്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എത്രയാണോ വെലോസിറ്റി, ദ സെയിം വെലോസിറ്റി വിൽ ബി ക്യാരിഡ് ത്രൂ ഔട്ട് ആഫ്റ്റർ ലീവിംഗ് ഓൾസോ. സ്ട്രൈക്ക് ചെയ്ത് വെള്ളം പുറത്തേക്ക് പോകുമ്പോഴും സെയിം വെലോസിറ്റി. മീൻസ് വെള്ളം പുറത്തേക്ക് പോകുന്ന ഒന്ന് ഈ ഡയറക്ഷനും ഒന്ന് ഈ ഡയറക്ഷൻ. ഈ ഡയറക്ഷനിലും വെലോസിറ്റി V മൈനസ് യു ആയിരുന്നു ആഫ്റ്റർ സ്ട്രൈക്കിംഗ്. ഈ ഡയറക്ഷനിലും വെലോസിറ്റി V മൈനസ് യു. ഈ ഡിഫറൻസ് ആണ് നമ്മളെ മൂവിംഗ് പ്ലേറ്റ് വെർട്ടിക്കൽ ആകുമ്പോൾ മൂവിംഗ് പ്ലേറ്റ് ഇൻക്ലൈൻഡ് ആകുമ്പോൾ വരുന്നത് ഡയറക്ഷൻസിലാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് വിൽ ബി ഡൂയിങ് ഇസ്, if we are considering this to be the x-axis, the x-axis ഇതാണ് ഡയറക്ഷൻ ഓഫ് ജെറ്റ്. പ്ലേറ്റിന്റെ ആക്സിസ്. സോ പ്ലേറ്റിന്റെ ആക്സിസും ഇതും തമ്മിലുള്ള ഇൻക്ലിനേഷൻ ഞാൻ തീറ്റ ആയിട്ട് എടുക്കുന്നു. പ്ലേറ്റിന് നോർമൽ ആയിട്ടുള്ള ഡയറക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഈ നോർമൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആണ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെ ഞാൻ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇതേ സാധനമാണ് നമ്മൾ ഇൻക്ലൈൻഡ് പ്ലേറ്റ് ഫിക്സഡ് ആകുന്ന കേസിൽ നമ്മൾ എടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? So V minus U ആണ് velocity with which the jet is striking the plate. സോ അത് ഈ പ്ലേറ്റുമായിട്ടുള്ള ഈ നോർമൽ, അതായത് ഈ ആംഗിൾ പെർപെൻഡിക്കുലർ നോർമൽ ഡയറക്ഷൻ വരുമ്പോൾ ഈ ഭാഗത്ത് വരുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V മൈനസ് യു സൈൻ തീറ്റയാണ്.
എങ്ങനെയാണ് v minus u sin theta വരുന്നത്? I have already explained in the case of inclined fixed plane. ഈ ആംഗിൾ തീറ്റയാണ് അല്ലെ, ഇതാണ് v. ഈ v-നെ നമ്മൾ രണ്ട് ആയിട്ട് റിസോൾവ് ചെയ്യുന്നത്. അതായത് ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ഈ പോർഷൻ മാത്രം ഒന്ന് ആലോചിക്കാം. ഇതാണ് വെലോസിറ്റി v-ന്റെ ലൈന്, ഇത് നോർമൽ ഡയറക്ഷൻ. ഇവിടെ പ്ലേറ്റ് ഉണ്ട്, പ്ലേറ്റിന്റെ നോർമൽ ഡയറക്ഷൻ ആണ് ഇത്, പ്ലേറ്റിന്റെ ഡയറക്ഷൻ ആണ് ഇത്. ഓക്കെ, സോ ഈ ആംഗിൾ നമുക്ക് തീറ്റ തന്നിട്ടുണ്ട്. ഇത് v ആണ്. നമ്മള് വെലോസിറ്റി വിത്ത് വിച്ച് ദിസ് ഈസ് സ്ട്രൈക്കിംഗ്, അത് v minus u ആണ്. സോ ഇഫ് യു ടേക്ക് ദിസ് ആസ് v minus u, ആ v minus u ന്റെ ഈ കോമ്പണന്റ് വന്നാൽ v minus u sin theta. ഇത് v minus u cos theta. ഇതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അതാണ് ഈ ഡയറക്ഷൻ. അതായത് ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലേറ്റിന്റെ, ഇതാണ് പ്ലേറ്റിന്റെ ലൈൻ ഓഫ് റിസ്ട്രെയിൻമെന്റ്. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഈ ഡയറക്ഷനിൽ വരുമ്പോൾ v minus u എന്ന വെലോസിറ്റി, v minus u, ഈ x ഡയറക്ഷനിൽ പോകുന്ന വെലോസിറ്റി v minus u ആണ്. ആ v minus u വെലോസിറ്റിന്റെ റെസൊല്യൂഷൻ will be v minus u sin theta, റിസോൾവ്ഡ് കോമ്പണന്റ്. അങ്ങനെയാണ് ഇവിടെ v minus u sin theta വരുന്നത്. Now along with that നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ പറ്റും. എന്താണത്? അതായത് ഈ ആംഗിൾ will be what? 90 minus theta. ആ ആംഗിൾ 90 minus theta. ഫ്രം ദ ജോമെട്രി നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇത് 90 minus theta ആയിരിക്കും. ഓക്കെ, സോ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒന്ന്, velocity with which the water is striking the inclined plate as it moves is the relative velocity. So that is equal to v minus u. So ഇവിടെ mass flow rate അല്ലെങ്കിൽ mass of the water of jet striking the plate per second, അതാണ് mass flow rate. So mass flow rate ഇവിടെ എന്തായിരിക്കും? Mass flow rate equal to what? Rho into a into v അല്ല, v minus u ആണ്. ഇത് മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദ വാട്ടർ ഓഫ് ജെറ്റ് സ്ട്രൈക്കിംഗ് ദ ഇൻക്ലൈൻഡ് പ്ലേറ്റ് പെർ സെക്കൻഡ്. മാസ് പെർ സെക്കൻഡ് മാസ് ഫ്ലോ റേറ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ക്യാൻ വി സേ അബൌട്ട് ദിസ് ഫോഴ്സ് Fn? Fn എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓഫ് വാട്ടർ വിച്ച് ഈസ് സ്ട്രൈക്കിംഗ് ദ ഇൻക്ലൈൻഡ് പ്ലേറ്റ് in a direction perpendicular to the plate. പ്ലേറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് Fn എന്ന് പറയുന്നത്. Fn will be equal to what? This mass flow rate, rho v minus u, multiplied by initial velocity in the normal direction. ഈ ഡയറക്ഷൻ നമ്മൾ പറയുന്നത്, ഈ ഡയറക്ഷൻ എടുക്കണം. Initial velocity in the normal direction. Initial velocity in the normal direction with which the jet is striking. The initial velocity in the normal direction with which the jet is striking the plate minus final velocity. So initial velocity with which the jet is striking the plate in the direction perpendicular to that of the jet. ഈ ഡയറക്ഷനിലെ initial velocity അതെന്താണ്? v minus u sin theta മൈനസ് ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എന്താ? ഇങ്ങനെ ജെറ്റ് സ്ട്രൈക്ക് ചെയ്താൽ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന ഈ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ടാണ്. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആണ്. സോ ഡെഫിനറ്റ്ലി ആ ഡയറക്ഷനിലെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആണ്. തീറ്റ 90 ഡിഗ്രി ആണ് വരിക അല്ലേ? സോ ദിസ് ഡയറക്ഷൻ ഇങ്ങോട്ട് പോകുമ്പോൾ തീറ്റ എന്താവും? 90 ഡിഗ്രി ആണ്. സോ അവിടെ cos 90 0 ആണ്. സോ അൾട്ടിമേറ്റ്ലി ദ വാല്യൂ ഓഫ് Fn will be what? A v minus u whole square into sin theta. V minus u whole square into sin theta. ഈ എക്സ്പ്രഷൻ എങ്ങനെയാ വന്നതെന്നുള്ള ക്ലിയർ ആണോ? Is it clear for everyone? Yes, sir. സംശയമുണ്ടോ? Yes, sir. ക്ലിയർ അല്ലേ ഇത്? Yes, sir. സോ ഇതെന്താ? നമുക്ക് Fn ന്റെ വാല്യൂ ആണ്.
നേരത്തെ നമുക്ക് എഫ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നില്ല. അതായത് തൊട്ട് മുൻപത്തെ ടോപ്പിക് എന്തായിരുന്നു? മൂവിംഗ് പ്ലേറ്റ്, പക്ഷെ ഒരു വെർട്ടിക്കൽ പ്ലേറ്റ് ആയിരുന്നു. അവിടെ എഫ് എന്ന് പറഞ്ഞൊരു ടേം വരുന്നില്ല. എഫ് ഇൻ ഈ ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ അഗെയിൻ വി കൻ റിസോൾവ് ഇൻ ടു കോമ്പണൻസ്. ആ രണ്ട് കോമ്പണന്റ് എന്നാ, ഒന്ന് എലോങ് ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്, എക്സ് ഡയറക്ഷൻ. ഒന്ന് ഈ എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ മറ്റേത് ഈ ഡയറക്ഷൻ ആണ്. ഈ എക്സ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈ ഡയറക്ഷൻ. X direction. See, Fn is a component can be resolved into force along x direction and force along the direction perpendicular to that of the x. Now, what is x direction? X direction or not the direction of flow of jet. Jet വരുന്ന direction ആണ് x direction. ഇതാണ് നമ്മൾ fx ആയിട്ട് റിസോൾവ് ചെയ്യുന്നത്. ഈ Fn നെ fx ലേക്ക് റിസോൾവ് ചെയ്ത് എന്ത് വരും? Fn sin theta. Fn sin theta വരും. Because if this is 90 minus theta, ഈ angle 90 minus theta. അപ്പോൾ ഈ angle എന്താവും? theta. ഈ angle will be theta. So ഈ theta ന, അതായത് if angle is given here, then if you want to resolve this component in x direction, again, see resolution of component ഞാൻ ഇപ്പം പഠിപ്പിക്കേണ്ട കാര്യമല്ല. See, Fn എന്ന് പറഞ്ഞ ഈ direction ആണ്. Fn. This is the x direction. This is the y direction. And the angle given is here, theta. കാരണം ഇത് 90 minus theta ആണ്. This is 90 minus theta given. ഇത് 90 minus theta ആണെങ്കിൽ ഇതും 90 minus theta ആണ്. Total 90 ആണ്. So 90 minus 90 minus theta ഇത് theta ആണ്. So ഈ Fn നെ x ലേക്ക് റിസോൾവ് ചെയ്താൽ Fn sin theta ആയിരിക്കും. ഇതിനെ y ലേക്ക് റിസോൾവ് ചെയ്താൽ Fn cos theta ആയിരിക്കും. ക്ലിയർ അല്ലേ? Sir. Boys. Yes, sir. Good. So fx എന്ന് പറഞ്ഞാൽ along this direction, fx will be Fn sin theta. What is Fn? ഇതാണ്. So Fn sin theta എന്ന് പറഞ്ഞാൽ എന്തായി? Rho a g minus u whole square multiplied by again sin theta into already sin theta is sin square theta. This is the expression for fx. What is fx? ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. So basically, what is fx? Fx എന്ന് പറഞ്ഞാൽ what was fx? ആകാശ് ഉണ്ട്. ആകാശ് എന്ന് പറഞ്ഞിട്ട് fx എന്താ? What is fx? ആകാശ്. സർ. fx എന്താ? What is fx? ആകാശ് fn എന്താ? fn എന്താ? What is fn? What was fn? fn എന്താ ആകാശ്? അതിന്റെ ഫോഴ്സ് അതിന്റെ സാർ, അതിന്റെ സാധാ ഫോഴ്സ് അല്ലേ ഒരു ഫോഴ്സോ? നമ്മളിപ്പോ പഠിക്കുന്ന ടോപ്പിക് ഏതാ? നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഏതാ? അമിത് ഉണ്ട്. അമിത് 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 സാർ ഉണ്ട്. എന്നിട്ട് എഫ് എൻ എന്താ? എഫ് എൻ സാർ എഫ് എന്ന് വെച്ചാല് ഇത് ഫോഴ്സ് നോർമൽ ടു പ്ലേറ്റ്സ് അല്ലേ? ഫോഴ്സ് എക്സർട്ടഡ് ബൈ വാട്ട്? ഇമ്പാക്ട് ഓഫ് ജെറ്റ്സ്. ഫോഴ്സ് എക്സർട്ടഡ് ബൈ ഇമ്പാക്ട് ഓഫ് ജെറ്റ് അല്ല. ഇമ്പാക്ട് ഓഫ് ജെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജെറ്റ് വന്ന് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, അതിനാണ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ജെറ്റ് ഇൻ ഡയറക്ഷൻ നോർമൽ ടു പ്ലേറ്റ്. വെരി ഗുഡ്. അപ്പൊ എഫ് എക്സ് എന്താണ് അമിത്തെ? ധർമ്മേഷ് ഉണ്ടോ? ധർമ്മേഷ് എന്താണ്? ധർമ്മേഷ് ധർമ്മേഷ് ഉണ്ടോ? ധർമ്മേഷ് അമിത് മൈക്ക് ഓഫ് ആയിക്കോ. ധർമ്മേഷ് ഉണ്ടോ? ധർമ്മേഷ്
ധർമ്മേഷ് എഫക്ട്സ് എന്താ എക്സ്? V minus U whole square. എന്ത്? അല്ല, അത് ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടില്ല. ബോർഡിൽ എഴുതി വായിക്കാൻ എനിക്കറിയാം. എഫക്ട്സ് എന്താണ്? വാട്ട് ഈസ് എഫക്ട്സ്? വാല്യൂ അല്ല, എഫക്ട്സ് എന്താണെന്ന് ചോദിക്കുന്നത്. മുഹമ്മദ് സിയാൻ ഉണ്ടോ? സിയാൻ നബി. സിയാൻ. ധർമ്മേഷ് മൈക്കോ ഫൈക്കോ. സിയാൻ പറ. മുഹമ്മദ് സിയാൻ. മുഹമ്മദ് സിയാൻ. മൈക്ക് ഓണാക്കൂലെന്നല്ലേ? അറ്റൻഡൻസ് പറയുമ്പോൾ മൈക്ക് ഓണാക്കണേ സിയാനെ. നിവേദ് ഉണ്ട്, നിവേദ് കുമാർ. ഫോഴ്സിന് എക്സ് ഡയറക്ഷൻ. ഫോഴ്സിന് എക്സ് ഡയറക്ഷൻ ആണ്. അങ്ങനെയല്ല അത് ഡിഫൈൻ ചെയ്യേണ്ടത്. അങ്ങനെയല്ല ഡിഫൈൻ ചെയ്യേണ്ടത്. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു എങ്ങനെയാണ് എഫക്ട്സിനെ പറ്റി പറയേണ്ടത്. എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് ആണ്. എക്സ് എന്ന് എടുക്കാൻ കാരണം എക്സ് ഡയറക്ഷനിലെ ജെറ്റ് പോകുന്നുള്ളത് നമ്മൾ സാധാരണ ഫിഗർ വരക്കുമ്പോൾ എടുക്കുന്നതാണ്. എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന് എക്സ് ഡയറക്ഷൻ അല്ല പറയേണ്ടത്, ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് ആണ്. ദാറ്റ് ഈസ് എഫക്ട്സ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി എഫ് വൈ? എഫ് വൈ എന്തായിരിക്കും? ഫോഴ്സ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ഡയറക്ഷൻ ഓഫ് ജെറ്റിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സ് ആണ്. സോ എഫ് വൈ വിൽ ബി വാട്ട്? എഫ് എൻ കോസ് തീറ്റ. എഫ് എൻ കോസ് തീറ്റ ആയിരിക്കും അല്ലെ? സോ എഫ് എൻ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എഫ് എൻ എന്ന് പറഞ്ഞാൽ റോ എ ബി മൈനസ് യു ഹോൾ സ്ക്വയർ സൈൻ തീറ്റ. ഇതാണ് എഫ് എൻ. സോ എഫ് എൻ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈഡ് ബൈ കോസ് തീറ്റ. ഈ ഇക്വേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ന്യൂമറിക്കൽസിൽ റിലേറ്റ് ചെയ്യേണ്ടി വരും. സോ 3 റിലേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ഫോഴ്സ് എഫ് എൻ വിച്ച് ഈസ് ദ ഫോഴ്സ് in a direction normal to that of the orientation of plate Fn. Then ആ Fn ന്റെ രണ്ട് കോമ്പണൻസ് ആണ് Fx Fy. What is Fx? Force in the direction of jet. അതിന്റെ ഇക്വേഷൻ കിട്ടും. And what is Fy? Force in a direction perpendicular to that of the jet. Jet ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ perpendicular. ഈ ഇക്വേഷൻസ് എല്ലാം നോട്ട് ചെയ്യുന്നില്ല നിങ്ങൾ? I hope you are noting down. Yes, sir. Yes, sir. Now, this was the case of inclined plane. Now, let us get into curved plane. Curved plane condition കൂടി നമുക്ക് നോക്കാം. എന്നാൽ ഈ ടോപ്പിക് ആക്ച്വലി curved plane കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ curved plane ഒന്ന് രണ്ട് സബ്സെക്ഷൻസ് വരുന്നുണ്ട്. അത് ഐ ചെക്ക് ഔട്ട് ദ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. എന്നിട്ട് അതിൽ ആ സബ്സെക്ഷൻസ് റിലേറ്റ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇപ്പോൾ എടുക്കും. അല്ലെങ്കിൽ ഐ ടെൽ യു ടു നോട്ട് ഇറ്റ് ഡൗൺ. അത് നമ്മൾ ലാസ്റ്റ് റിവിഷൻ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ക്ലാസ് കിട്ടുന്ന സമയത്തോ എടുക്കും. കാരണം വെച്ചാൽ നമ്മൾ ഇതിന്റെ മേലെ തന്നെ മൂവ് ചെയ്താൽ നമുക്ക് ഈ മൊഡ്യൂൾ ഇനിയും 2-3 ടോപ്പിക്കുകൾ തീർക്കാണ്ട് ഈ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ. അണ്ടർസ്റ്റുഡ്? Yes, sir. ഒരു 5-6 ദിവസം കൂടി ഉള്ളൂ തോന്നുന്നു നമുക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂൾ തീർക്കാനുള്ള സമയം എത്രയേ ഉള്ളൂ. Okay, we'll move on to force exerted by the jet on a curved plane when the plate is moving in the direction of jet. So force exerted by the jet on a curved plate when the plate is moving in the direction of jet. ആ ഒരു കണ്ടീഷൻ നമുക്ക് ആദ്യം നോക്കാം. curved plate ഫിക്സഡ് കണ്ടീഷൻ നമ്മൾ നോക്കിയതാണ്. And the velocities, like plotting the velocity triangles are similar to that. ഈ curved plate ന്റെ മേലെ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യാന്ന് വിചാരിക്കുക. So jet is striking like this. സ്ട്രൈക്ക് ചെയ്താൽ ജെറ്റ് പോകുന്നത് എങ്ങനെയായിരിക്കും?
ഇവിടുന്ന് ഈ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് പോകും, ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ ഡയറക്ഷൻ ആണ്. സോ ജെറ്റ് വരുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന വെലോസിറ്റി v. ബട്ട് ഇത് മൂവിംഗ് പ്ലേറ്റ് ആണ്. സോ മൂവിംഗ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ആസ് സൂൺ ആസ് ദ ജെറ്റ് സ്ട്രൈക്സ് ദ പ്ലേറ്റ്, പ്ലേറ്റ് ഗെറ്റ്സ് ഡിസ്പ്ലേസ്ഡ്. സോ പ്ലേറ്റ് കുറച്ച് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ്ഡ് ആണ്. കറസ്പോണ്ടിംഗ്ലി ജെറ്റിന്റെ ലൊക്കേഷൻ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറും. സ്ട്രൈക്ക് ചെയ്തിട്ട് ലീവ് ചെയ്യുന്ന ഡയറക്ഷൻ സെയിം തന്നെ. ഇവിടെ ആഫ്റ്റർ സ്ട്രൈക്കിംഗ്, അതായത് പ്ലേറ്റ് മൂവ് ചെയ്യുന്ന അബ്സല്യൂട്ട് വെലോസിറ്റി u ആണ്. ഇവിടെയും certain things are same. കാരണം the velocity with which the jet is striking the plate, we will be always depicting as the relative velocity. v minus u ആണ്, v അല്ല. And we are taking the same assumption. That means we are assuming the plate to be smooth, hence there is no energy loss. So the velocity with which the water is striking the plate will be maintained throughout as the water leaves the veins. ഈ curved vein ന്റെ മേലെ നിന്ന് water അടിച്ചിട്ട് leave ചെയ്യുമ്പോൾ what is the velocity with which it is striking? It will be same. It will be maintaining that same velocity. So v minus u എന്ന് പറഞ്ഞാൽ എന്താണ്? That is the relative velocity or the velocity with which the water is striking the plate. It will be equal to the velocity with which the water leaves after striking. രണ്ടും v minus u ആയിരിക്കും. Okay, now ഈ വെലോസിറ്റി സ്ട്രൈക്ക് ചെയ്ത് ലീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ കേർവ് പ്ലേറ്റിന്റെ കേസിൽ ഫസ്റ്റ് സെക്ഷനിൽ നോക്കിയതാണ്, ഇത് തന്നെയാണ് ഇതിന്റെ ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ പോകുന്ന വെലോസിറ്റിന്റെ വാല്യൂ തന്നെ v മൈനസ് u ആണ്. ഈ അല്ല v മൈനസ് u ആണ്. ഈ ഡയറക്ഷനിൽ പോകുന്ന വെലോസിറ്റിനെ അഗെയിൻ നമ്മൾ രണ്ട് കോമ്പണന്റ് ആയിട്ട് ഇതിന് റിസോൾവ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ ഡയറക്ഷനും ഈ ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ പറഞ്ഞാൽ parallel to the direction of jet ആണ്, but opposite in direction. Let this angle be theta. angle theta ആണെങ്കിൽ ഇങ്ങോട്ടുള്ള ഇതിന്റെ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ v minus u cos theta. ഇങ്ങോട്ടുള്ള ഇതിന്റെ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ v minus u sin theta. സോ ഇവിടെയും മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ v മൈനസ് യുവിനെ ഡിപെൻഡ് ചെയ്യുന്നത് അല്ലെ? സോ മാസ് ഫ്ലോ റേറ്റ് ഈ കേസിൽ റോ ഇൻറ്റു എ ഇൻറ്റു v മൈനസ് യു തന്നെയാണ് മാസ് ഫ്ലോ റേറ്റ്. കാരണം v അല്ല, v മൈനസ് യു ആണ്. റിലേറ്റീവ് വെലോസിറ്റി വിത്ത് വിച്ച് ദ വാട്ടർ ഈസ് സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് ആണ് എടുക്കേണ്ടത്. സോ സിൻസ് കർവ്ഡ് പ്ലേറ്റിന്റെ കേസ് നമ്മൾ ഇറ്റ് ഈസ് മൂവിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് ആയതുകൊണ്ട് ഈ ഡയറക്ഷൻ ഓഫ് ജെറ്റിനെ നമ്മൾ പറയുന്നത് എന്താണ്? എക്സ് ഡയറക്ഷൻ ആയിട്ടാണ് പറയുന്നത്. സോ നമുക്ക് ആവശ്യമുള്ളത് fx ആണ്. So what will be fx? Fx എന്ന് പറഞ്ഞാൽ force exerted by the jet on the curved plate in the direction of jet. അതെന്താണ്? This mass of water striking the plate per second multiplied by initial velocity with which the water strikes the plate in the direction of jet minus final velocity. So mass flow rate, okay, rho into a into v minus u. This is multiplied by initial velocity with which the water is striking the plate in the direction of jet എന്ന് പറഞ്ഞാൽ ജെറ്റിന്റെ ഡയറക്ഷനിൽ വരുന്ന ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? v minus u മൈനസ് ഓഫ് ഫൈനൽ വെലോസിറ്റി ആണ്. ഫൈനൽ വെലോസിറ്റി സ്ട്രൈക്ക് ചെയ്തിട്ട് വെലോസിറ്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ഇങ്ങോട്ടും. സോ ഇങ്ങോട്ട് പോയാലും ഇതേ വെലോസിറ്റി ട്രയാംഗിൾ നമുക്ക് ഇവിടെയും കിട്ടും. സോ ഇൻ ദ ഡയറക്ഷൻ എക്സ് ആണ് നമ്മൾ എഴുതുന്നത്, എക്സ് ഡയറക്ഷനിലാണ്. സോ അങ്ങനെ എക്സ് ഡയറക്ഷനിലാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി v മൈനസ് യു കോസ് തീറ്റ ആണ്. ബട്ട് ആ v മൈനസ് യു കോസ് തീറ്റയുടെ ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ജെറ്റ് ആണ്. പാരലൽ ടു ഡയറക്ഷൻ ഓഫ് ജെറ്റ് ആണ്, ബട്ട് ഓപ്പോസിറ്റ് ആണ് ഡയറക്ഷൻ. സോ v മൈനസ് യു മൈനസ് minus v minus u minus of v minus u minus of v minus u cos theta.
വി മൈനസ് യു കോസ് തീറ്റന്റെ നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് എടുക്കാൻ കാരണം ഇവിടെ എയറോ ഹെഡ് ഇങ്ങോട്ടും ജെറ്റ് പോകുന്ന എയറോ ഹെഡ് അങ്ങോട്ടുമാണ്, ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് എടുക്കാൻ കാരണം. സോ നെഗറ്റീവ് എടുത്ത് ഇതെന്താ വി മൈനസ് യു പ്ലസ് വി മൈനസ് യു കോസ് തീറ്റ. വി മൈനസ് യു പ്ലസ് വി മൈനസ് യു കോസ് തീറ്റ, പുറത്ത് വി മൈനസ് യു, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വി മൈനസ് യു പുറത്തെടുത്താൽ വി മൈനസ് യു മൾട്ടിപ്ലൈഡ് ബൈ വി മൈനസ് യു വരും. V minus u whole square multiplied by 1 plus cos theta. This will be the equation of fx. ഈ കേസിൽ fx മാത്രമേ ഉള്ളൂ, കാരണം curved plate is moving in the direction of z. This is fx. fx എങ്ങനെ കിട്ടുന്നത്? Mass of water striking per second multiplied by first term. ഈ ഫസ്റ്റ് ടേം എന്താണ്? Initial velocity with which the water is striking the plate in the direction of jet. അതാണ് ഈ ടേം. മൈനസ് ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി ഇങ്ങോട്ടും ഞാൻ റിസോൾവ് ചെയ്യുന്നു. ഇങ്ങോട്ടുള്ള കോമ്പണന്റ് എടുക്കണം, കാരണം ഇത് പോകുമ്പോൾ നമ്മൾ എഫ് എക്സ് ആണ് എടുക്കുന്നത്, അതായത് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എടുക്കുന്നത്. ഇത് എടുക്കണം. ഇത് എടുക്കുമെന്ന് പറഞ്ഞാൽ ഇതിന്റെ എയറോയിഡ് ഇങ്ങോട്ടും ഈ ജെറ്റിന്റെ എയറോയിഡ് അങ്ങോട്ടും. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതുകൊണ്ടാണ് നെഗറ്റീവ് ഓഫ് വി മൈനസ് യു കോസ് തീറ്റ. I hope this equation is clear. Clear അല്ലേ? Yes, sir. ഇത് ഫോഴ്സ് എക്സൈറ്റഡ് ആണ്. ഞാൻ പറഞ്ഞു ഫോഴ്സ് എക്സൈറ്റഡ് മാത്രമല്ല, നമുക്കുള്ള എടുക്കുന്ന വർക്ക് ഡൺ കൂടി. സോ വർക്ക് ഡൺ ബൈ ദ ജെറ്റ് on the curved plate per second, work done per second is equal to what? This force exerted Fx multiplied by distance per second. Like displacement of the plate by time. Displacement of plate by time or the velocity. Displacement by time, velocity multiplied by u. So this will be equal to nothing but rho into a into v minus u whole square multiplied by u into 1 plus cos theta. This is the equation for work done. Supreme into Newton meter per second. Newton meter per second. Is it clear? Equations clear ആണോ? Yes, sir. Clear ആണെങ്കിൽ ആ equation നോട്ട് ഡൗൺ ചെയ്യാം. ഞാനിപ്പോ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ രണ്ടാമത്തെ 2 സംഗീത് പി ടി എന്നുള്ള പേര് ഇപ്പൊ കാണിക്കുന്നുണ്ടാവും. അതിൽ രണ്ടാമത്തെ എടുത്താൽ ഞാൻ ഷെയർ ചെയ്ത സ്ക്രീൻ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ഓക്കെ. ആ ഷെയർ ചെയ്ത സ്ക്രീനിലെ ക്വസ്റ്റ്യൻ നമ്പർ 3. I hope you are able to see the question number 3. Take down the question. അറ്റൻഡൻസ് വിളിക്കുന്നുണ്ട്. ആകാശ്. സർ. അഖിൽ. Present, sir. അമിത്. പ്രസന്റ് സാർ. അനിരുദ്ധ്. Present, sir. കാർത്തിക്. പ്രസന്റ് സാർ. മുഹമ്മദ് ലാദിൻ ബിൻ റഫീഖ്.
Present, sir. Muhammad Shahzad, Present, sir. Mustasim, Present, sir. Muhammad Asaf, Present, sir. Muhammad Fardeen, Present, sir. Muhammad Fateh bin Zubair, Present, sir. Muhammad Sama, Muhammad Sama, Present, sir. Muhammad Zianabi, Muhammad Zianabi, Zian, എടാ അവൻ വെറുതെ ഫോൺ ഓൺ ആക്കി വെച്ചിട്ട് പോകുന്നതാണോ? നിഷാൻ, Present, sir. നിഷാൻ, ഓക്കെ, നിവേദ്, Present, sir. പ്രത്യുഷ്, പ്രത്യുഷ്, പ്രത്യുഷ് ഉണ്ടാ? പ്രത്യുഷ് ഉണ്ടായിരുന്നോ നേരത്തെ? ഇല്ല സർ. Okay. രാഹുൽ രാജീവ്, Present, sir. Present. സർവി, Present, sir. സൗരാൻ, സൗരവ്, Present, sir. ശ്രീരാഗ്, Present, sir. വിഷ്ണു എ പി, Present, sir. വിഷ്ണു എൻ, Present, sir. ധർമ്മേഷ്, Present, sir. ആദർശ് മനോഹർ, Present, sir. വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നമ്മളൊരു കാര്യം ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ